ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എല്ലാവരുടെയും? ഞാനിന്ന് ബയോളജിയും അതുപോലെ തന്നെ മാത്സും പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സാണ് കേട്ടോ പഠിച്ചത്. സത്യം പറഞ്ഞാൽ നല്ല മടി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ പഠിക്കണമല്ലോ എന്ന് വെച്ചിട്ട് രാവിലെ തന്നെ ബുക്ക് എടുത്തിരുന്നു കേട്ടോ. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ, ഡിസംബർ 31 മുന്നായിട്ട് PSC ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പുറത്തിറങ്ങുന്നുണ്ട്. 40-ലധികം നോട്ടിഫിക്കേഷൻസാണ് PSC പുറത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ 2025 ഒത്തിരി എക്സാംസ് കാണും. 10th ലെവൽ ക്വാളിഫിക്കേഷനിലുള്ള BFA, ബെബ്കോ, LD തുടങ്ങിയ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. പിന്നെ +2 ലെവലിലുള്ള WCPO, CPO, അതുപോലെ തന്നെ എക്സൈസ്, വുമൺ എക്സൈസ്, അതുപോലെ തന്നെ ഫയർമാൻ, ഫയർ വുമൺ, അതുപോലെ തന്നെ ഡിഗ്രി ലെവലിലുള്ള ഒരുപാട് എല്ലാവരും കാത്തിരിക്കുന്ന SI പോലുള്ള എക്സാംസ്, അങ്ങനെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അവസരങ്ങൾ പാഴായി പോയിട്ടുള്ള ആരും വിഷമിക്കേണ്ട. യൂണിഫോം പോസ്റ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കിത് വളരെ നല്ലൊരു അവസരമാണ്, നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, അതുപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, അതുപോലെ തന്നെ ക്ലാസ്സുകൾ കണ്ട് അല്ലെങ്കിൽ കേട്ട് അങ്ങനെ പഠിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എനിക്ക് പൊതുവെ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാലാണ് കേട്ടോ കൂടുതൽ ഒരു യൂസ്ഫുൾ ആവുകയെന്ന് തോന്നിയിട്ടുള്ളത്. എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ബോറടിക്കുന്ന സമയത്ത് ഞാനിവിടെ ചേച്ചിയും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് വരുന്ന് പഠിക്കുന്നുണ്ട്. സോ ഞാൻ അവരുടെ കൂടെയും പോയി ചെന്നിരുന്ന് പഠിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എല്ലാവരും കൂടെ ആകുമ്പോൾ നമുക്ക് പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ പഠനമൊക്കെ എന്തായി, ഇനി ഒട്ടും ടൈമില്ല കേട്ടോ. കാരണം ഇന്നിപ്പോൾ 7-ാം തീയതി ആയി, ഡിസംബർ 7. ഇനി ഫസ്റ്റ് ഫേസ് ഡിസംബർ 28-ാം തീയതിയാണ്. ഇനി നന്നായിട്ട് വാരി വലിച്ച് പഠിക്കുന്നതിനെക്കാട്ടിലും പഠിച്ച സാധനങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കുക, മാത്സ് പഠിക്കുക, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് 2024 ജനുവരി ടു നവംബർ അല്ലെങ്കിൽ ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഫസ്റ്റ് നന്നായിട്ട് നോക്കുക. പിന്നെ അത് കഴിഞ്ഞ് നന്നായിട്ട് അത് പഠിച്ചതിന് ശേഷം മാത്രം 2023 നോക്കിയാൽ മതി. ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. സോ അത് നന്നായിട്ട് പഠിക്കാം. GKയുടെ കാര്യം പറയുകയാണെങ്കിൽ സയൻസ് നന്നായിട്ട് ആദ്യം പഠിച്ച് തീർക്കുക കേട്ടോ. കാരണം അതിനാണ് ഒരുപാട് മാർക്കുള്ളത്. സോ ആദ്യം സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം ഭരണഘടന, അതുപോലെ തന്നെ നമ്മളുടെ ഹിസ്റ്ററി അതൊക്കെ നോക്കുക കേട്ടോ. പിന്നെ മാത്സ് എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നന്നായി വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മളുടെ ടോപ്പിക് വൈസ് പോവുക, നന്നായിട്ട് പഠിക്കുക. എനിക്ക് മാത്സ് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കുറച്ചെങ്കിലും ഇപ്പോൾ മാത്സ് ചെയ്യാൻ അറിയുന്നത് വെച്ചാൽ ഞാൻ ഒരുപാട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് ആണ് എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നൊരു ലെവലിലെങ്കിലും നിൽക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മാത്സ്. പണ്ട് മുതലേ മാത്സ് ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് അത് ഇതുവരെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല, മാത്സ് അറിഞ്ഞേ പറ്റൂ. സോ അതിനുവേണ്ടി ഞാൻ അങ്ങനെ ക്ലാസ്സുകളൊക്കെ കണ്ട് അങ്ങനെ കേട്ടോ മാത്സ് പഠിക്കാറുള്ളത്. ദിവസം ഒരു 1 hour അല്ലെങ്കിൽ ഒരു ½ an hour മാത്സ് പഠിക്കുക. ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഒരു ½ an hour അല്ലെങ്കിൽ ഒരു 1 hour ഒട്ടും അറിയാത്തവരാണെങ്കിൽ 1 hour ഒക്കെ കൊടുക്കണം. മലയാളം, മാത്സ്, ഇംഗ്ലീഷ് 1 hour വെച്ച് പഠിക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടൂ. PSC എടുക്കുന്ന നോട്ടിഫിക്കേഷൻസ് വരട്ടെ, അല്ലെങ്കിൽ എനിക്ക് PSC കിട്ടുമോ, വാക്കൻസി ഇല്ല, ഇതിലൊന്നും പഠിച്ച് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ അവിടെ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പഠിക്കുന്നവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയുന്ന ഒത്തിരി പേര് ഫുൾ ടൈം അവരിരുന്ന് കഷ്ടപ്പെട്ട്, എനിക്കറിയുന്ന ഒരുപാട് പേർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുമുണ്ട്. കുറച്ച് നന്നായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മളെല്ലാം നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരങ്ങളിലേക്ക് കളഞ്ഞ് അവസാനം അയ്യോ ഞാനിവിടെ എത്തിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നും നേടാൻ പറ്റിയില്ല, ചുറ്റുമുള്ളവരൊക്കെ എവിടേക്കോ എത്തി, അവരൊക്കെ നന്നായി ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ജോലിയൊക്കെ അവർ നേടി. നമ്മൾ ഈ PSCയിൽ ഇരുന്ന് നമുക്ക് വേറൊരു ജോലിക്ക് പോകാനും പറ്റണില്ല, എന്ന് അതിലോട്ട് കിട്ടണമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഹിസ്റ്ററിയിൽ ഒരുപാട് ഡീപ്പായിട്ടൊന്നും അങ്ങനെ പഠിക്കാൻ ഇനി സമയമില്ല. ഈ നവോത്ഥാന നായകന്മാരുടെ ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ, നമ്മളുടെ അയ്യങ്കാളി, ഇവരെയൊക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ SCERT ഓരോ ചാപ്റ്റർ വൈസ്, പ്രിലിംസിനുള്ള ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുക.
അതിൽ നിന്ന് ഒരുപാട് ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും, ഉറപ്പാണ്. നമുക്ക് എഴുതി വെച്ചിട്ട് ഓരോ ചാപ്റ്ററും നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെച്ച് ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് വൃത്തിയായി എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 10th പ്രിലിംസൊക്കെ എല്ലാവരും നല്ല മാർക്കോടുകൂടി നല്ല വിജയത്തോടു കൂടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബൈ.